സർ, ഈ പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല. ഈ നൂർഖാൻ എന്ന് പറയുന്ന അവരുടെ എയർബേസിന് നേരെ വലിയ ആക്രമണം നടന്നതോടുകൂടി ഇയാൾ മുങ്ങി. ഇതാണ് സംഭവിച്ചത്. അതായത് CNN റിപ്പോർട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഈ അസിം മുനീർ പട്ടാള മേധാവി, നമ്മള് ഈ റാവൽപിണ്ടിയിലാണ് അവരുടെ പട്ടാള കേന്ദ്രം, ഹെഡ് ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ റാവൽപിണ്ടിയില് ചക്ലാലയിലെ നൂർഖാൻ വ്യോമതാവളം ആക്രമിച്ചപ്പോ ഒരു നിലവറയിലേക്ക് മുനീർ പോയി. 2 മണിക്കൂറെങ്കിലും ആ നിലവറയ്ക്കകത്തായിരുന്നു. പിന്നീട് മുനീർ എവിടെയാണ് എന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണയില്ല എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ മനോജ് ഗുപ്ത എന്ന് പറഞ്ഞ ലേഖകന്റെ റിപ്പോർട്ടാണിത്. സ്ഥിരീകരിച്ച വിവരമാണ് എന്നാണ് പറയുന്നത്. അവിടെ ഈ പല ആളുകളും ഈ ബങ്കറുകളിലൊക്കെ ആയിരുന്നു. കുടുംബത്തിനെ ലണ്ടനിലേക്കോ വിദേശങ്ങളിലേക്കോ ഒക്കെ അയച്ചിരുന്നു. പിടികൊള്ളാൻ അവർക്ക് താല്പര്യമില്ലല്ലോ. അപ്പോൾ ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മോദി ആ മധുബനിയിലെ പ്രസംഗത്തില് ഭീകരതയുടെ വേരർക്കും, ഈ ഭൂമിയുടെ ഏതറ്റത്ത് പോയി ഒളിച്ചാലും പിടികൂടും, അല്ലേ? പഹൽഗാം ഭീകരരെ മാത്രമല്ല, അവർക്ക് പിന്നിലുള്ള ശക്തികളെയും നമ്മൾ ശരിയാക്കിയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുനീറിലേക്കൊക്കെയാണല്ലോ ചെല്ലുന്നത്. മുനീറാണ് അയച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമായ വിവരമുണ്ട്. എന്ന് പറയുമ്പോൾ മുനീർ ഭയന്നാണ് പാകിസ്ഥാനിൽ കഴിയുന്നത് എന്നർത്ഥം. ശരിക്കും അയാളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് അയാളാണ്. കാരണം അയാള് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഒരു സംസ്കാരത്തില് ഒരു ബന്ധമുള്ള ആളുകളല്ല. അതുകൊണ്ടാണ് ദ്വിരാഷ്ട്രവാദം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിരുന്നു. മല്ല ജനറൽ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. ബാപ്പ മദ്രസ അധ്യാപകനും പിന്നെ മദ്രസ പൊട്ടനാണ് മുനീർ. അത് കഴിഞ്ഞ അവിടെ മറ്റേ സ്കൂളിൽ പഠിച്ചു, പട്ടാള അക്കാദമിയിലല്ല പഠിച്ചത്, റാവൽപിണ്ടിയിലെ സ്കൂളിൽ. അവിടെ നിന്ന് പഠിച്ച ആളുകൾ പട്ടാള മേധാവികൾ ആകാറില്ല. ഇതായിപ്പോയി. അപ്പൊ അങ്ങനെ അതായത് സിയാവുൾ ഹക്കിന്റെ കാലത്ത് ഈ പട്ടാളത്തിനെ മതവൽക്കരിക്കുന്നുണ്ടായിരുന്നു. പട്ടാളക്കാർക്ക് താടി വെച്ച് നടക്കാം. പട്ടാള കന്റോൺമെന്റിലൊക്കെ ഖുർആൻ വചനങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. മറ്റേ നമ്മളുടെ ഇവിടെ പല മതിലുകളിലും പെന്തക്കോസ്തക്കാരൊക്കെ നിന്നെ ചെറിയ വാചകങ്ങൾ ശരിയാക്കി കളയുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാചകങ്ങളൊക്കെ എഴുതുന്ന പോലെ ഇയാൾ എഴുതി വെക്കുന്നുണ്ടായിരുന്നു പല വചനങ്ങളും ഒക്കെ. അപ്പൊ ആ കാലത്തെ ഒരു ഉൽപ്പന്നമാണ് ഈ മുനീർ എന്ന് പറയുന്നത്. ആ കാലത്തെ ഈ മതാന്ധതയുടെ പട്ടാളത്തിന്റെ അകത്തെ ഉൽപ്പന്നം. പിന്നെ വളർന്നത് എങ്ങനെയാണ്? ബാപ്പ മല്ലാക്കയായിരുന്നു, മദ്രസ നടത്തുന്നുണ്ടായിരുന്നു, മദ്രസയുടെ പ്രിൻസിപ്പലായിരുന്നു. അതെല്ലാം ഇൻജക്ട് ചെയ്യപ്പെടുകയാണ്. അതൊക്കെ മാത്രല്ല, ഈ ഖുർആൻ വിഴുങ്ങിയ ആളാണ് ഈ മുനീർ എന്ന് പറഞ്ഞാല്. മുഴുവൻ കാണാപ്പാടാണ്. സൗദിയിൽ കുറച്ചു കാലം ജോലി ചെയ്തിരുന്നതാണ്. ആ കാലത്ത് പ്രത്യേക ഒരു പദവിയും ഒക്കെ കിട്ടിയിരുന്നു. ഈ ഖുർആൻ മുഴുവൻ കാണാപ്പാടം പഠിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഈ ഏപ്രിൽ 16 കശ്മീർ ജൂഗുലർ വെയിൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് പ്രസംഗം നടത്തിയിരുന്നു. പ്രവാസി പാകിസ്ഥാനികൾക്കായിട്ട് കഴുത്തിലെ പ്രധാനപ്പെട്ട ആണ്. പക്ഷെ അത് ഒറിജിനൽ പ്രയോഗം ജിന്നയുടെയാണ്. കശ്മീർ ജൂഗുലർ വെയിൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ജിന്നയാണ്. അതാണല്ലേ? അനുകരിക്കുകയാണ് ചെയ്യുന്നത്. ജിന്ന പറഞ്ഞത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തില് ഈ 19-ാം തീയതി ഈ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം ശ്രീനഗറില് മോദി വെച്ചിരുന്നതാണ്. മറ്റേ ഡൽഹി ശ്രീനഗർ വന്ദേ ഭാരത്. അത് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് മാറ്റിവെച്ചതാണ്. പക്ഷെ അത് മാറ്റിയത് മുനീറിന് അറിയില്ലായിരുന്നു. ഈ കാലാവസ്ഥ കാരണം ഇത് മാറ്റിവെച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ 16 മുനീർ പ്രസംഗം നടത്തുന്നു, 19 മോദി അവിടെ ഉണ്ടാവേണ്ടതാണ്. എന്നിട്ടാണ് പിന്നെ 22-ാം തീയതി പഹൽഗാം ആക്രമണം നടത്തുന്നത്. അപ്പോ നീ മോദിക്ക് മുൻകൂട്ടി വിവരം വല്ലതും ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. ഖാർഗെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ നയാ കശ്മീർ എന്ന് പറഞ്ഞ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വന്ദേ ഭാരത് ട്രെയിനും ഒക്കെ പ്രഖ്യാപിച്ചിരുന്നത്. പിന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ 2.9 കോടി ഈ കൊല്ലം
ഇതുവരെ പോയിട്ടുണ്ട്. 3.2 കോടി ആളുകൾ ആകുമായിരുന്നു. 2020 34 ലക്ഷം പേരായിരുന്നു ടൂറിസ്റ്റുകൾ. അപ്പൊ ടൂറിസം അവിടെ ഉപജീവനം മാർഗമാണ് ജനത്തിന്റെ. അവർക്ക് വീണ്ടും നിലനിൽപ്പിന്റെ ഒരു അവസ്ഥയിലേക്ക് വന്നു. ജനം സന്തുഷ്ടരായിരുന്നു. പഹൽഗാമിലാണെങ്കിൽ ഹോട്ടലുകൾ, റിസോർട്ടുകളൊക്കെ പണിയുന്നുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പഹൽഗാമിൽ പോവാതെ ആരും കാശ്മീർ കണ്ട് മടങ്ങാറില്ല. പിന്നെ വിദ്യാഭ്യാസത്തിന് ഈ ധാരാളം സ്ഥലങ്ങളിലേക്ക് കശ്മീരികൾ ഇപ്പൊ സഞ്ചരിക്കുന്നുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്തേക്കും. പഴയ കാലാവസ്ഥയൊക്കെ മാറി. അപ്പൊ 2010 ഓഗസ്റ്റ് 5 ശേഷം എന്ന് പറഞ്ഞാൽ 370 ആർട്ടിക്കിൾ പിൻവലിച്ച ശേഷം കശ്മീർ ഇങ്ങനെ മാറും എന്ന് പാകിസ്ഥാൻ കരുതിയിരുന്നില്ല. ഇത്രയും വ്യത്യാസം വരും, നന്നാവുമെന്നൊന്നും കരുതിയില്ല. കുറച്ചുകൂടി മുനീറിനേക്കാൾ ഭേദമായിരുന്നു മുമ്പത്തെ ഖമർ ജാവേദ് ബജ്വ പട്ടാള മേധാവി. എൻ്റെ യുദ്ധം ചെയ്യാൻ കാശില്ല എന്ന് 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം പറഞ്ഞ് ഒഴിവാക്കിയിരുന്ന ഒരാളാണ് ഈ ബജ്വ. യുദ്ധം ഇതുപോലെ LOCയിൽ സമാധാനം വേണമെന്നാണ് അയാൾ ആഗ്രഹിച്ചിരുന്നത്. 1989 അവിടുത്തെ എയർ ചീഫ് മാർഷൽ സുൽഫിക്കർ അലി ഖാൻ പറഞ്ഞിരുന്നു, ഈ 1974-78 കാലത്ത് അവിടുത്തെ വ്യോമസേന മേധാവിയായിരുന്നു ഈ എയർ മാർഷൽ സുൽഫിക്കർ അലി ഖാൻ. അദ്ദേഹം 1989 പറഞ്ഞിരുന്നു, ഭൂട്ടോയെ, ഈ സുൽഫിക്കർ അലി ഭൂട്ടോയെ അവിടെ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനത്ത് നീക്കിയപ്പോൾ ഈ വ്യോമസേന മേധാവി പദവി രാജിവെച്ചയാളാണ് ഈ സുൽഫിക്കർ അലി ഖാൻ. അത് കഴിഞ്ഞ് വാഷിങ്ടണിലെ സ്ഥാനപതിയുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നതാണ് ഈ സംഗതി പന്തിയല്ല, ഇനി പാകിസ്ഥാൻ്റെ ഭാവി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. കാരണം കശ്മീർ ഒരു കാരണവശാലും ഇനി കിട്ടാൻ പോകുന്നില്ല പാകിസ്ഥാന് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് സുൽഫിക്കർ അലി ഖാൻ, പഴയ വ്യോമസേനാ മേധാവി, 89 പറഞ്ഞിരുന്നതാണ്. പക്ഷെ മുനീർ അങ്ങനെയല്ല കണ്ടത്. ഈ സിയ റിക്രൂട്ട് ചെയ്ത പട്ടാളക്കാരനായതുകൊണ്ട്, ഈ സിയ ആണെങ്കിൽ മൗദൂദിയുടെ അനുയായിയായിരുന്നു, സിയ ഉൾ ഹക്ക്. അപ്പൊ അറിയാമല്ലോ എന്ത് തരം വാർപ്പാണ് എന്നുള്ളത്. അപ്പൊ ബജ്വ റിട്ടയർ ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് മുനീർ റിട്ടയർ ചെയ്ത് പോകേണ്ടതായിരുന്നു. പക്ഷെ അയാളെ അടുത്ത പട്ടാള മേധാവിയായിട്ട് നിയമിച്ചു ഭരണകൂടത്തിൽ. അപ്പൊ അയാൾക്ക് റിട്ടയർ ചെയ്യേണ്ടതില്ല. 2 ദിവസത്തേക്ക് 2 പട്ടാള മേധാവി എന്നുള്ള അവസ്ഥയും വന്നു. പിന്നീട് അയാൾ മാത്രം സൈനിക മേധാവിയായി മാറി. സൈനിക മേധാവി ആണല്ലോ. അപ്പൊ ഇമ്രാനെ ശരിയാക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ദൗത്യം, ഇമ്രാൻ ഖാനെ. ഇയാൾ നേരത്തെ പറഞ്ഞ പോലെ ഓഫീസേഴ്സ് ട്രെയിനിങ് സ്കൂളിൽ നിന്ന് വന്നതാണ്, OTS, മിലിറ്ററി അക്കാദമിയിൽ നിന്നല്ല. അപ്പോൾ സാധാരണ മറ്റേ അക്കാദമിയിൽ നിന്നാണ് പട്ടാള മേധാവികൾ ഉണ്ടായിട്ടുള്ളത്. ഇയാളാണ് ആദ്യമായി സ്കൂളിൽ നിന്ന് വന്നത്. പുൽവാമ കാലത്ത് ISIയുടെ ചീഫായിരുന്നു. ISIയിൽ 8 മാസം ഇയാൾ ചീഫായിരുന്നു. പുൽവാമയ്ക്കൊക്കെ ശേഷം ഇയാളെ ഗുജ്റാൻ വാലയിലേക്ക് ബജ്വ മാറ്റി, അവിടെ കമാൻഡറായിട്ട്. അപ്പോൾ 8 മാസത്തിൻ്റെ ഇടയ്ക്ക് ഇയാൾ ഇമ്രാൻ ഖാന്റെ ഭാര്യ ബുഷ്ര ബീവിയെ പറ്റിയൊക്കെ, അവര് ഈ ദുർമന്ത്രവാദമൊക്കെ നടത്തുന്ന സ്ത്രീയായിരുന്നല്ലോ, മന്ത്രവാദിനി. അപ്പൊ അവരുടെ അഴിമതി അതൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ISIയിൽ നിന്ന്. അപ്പൊ ISI മേധാവിയും പട്ടാള മേധാവിയും ആകുന്ന ആദ്യത്തെ ആളാണ്. 8 മാസം കൊണ്ട് ജോലി ചെയ്യാൻ പറ്റിയുള്ളൂ. അത് ഇമ്രാൻഖാന്റെ ഭാര്യക്കെതിരെ, പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആളുടെ ഭാര്യയെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയ പിന്നെ എങ്ങനെ നിൽക്കാനാണ്. അപ്പോ പിന്നെ സ്വന്തം ഈ കാലാവധി 3 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി കിട്ടുകയും ചെയ്തു പട്ടാള മേധാവി ആയപ്പോൾ. കശ്മീരിൽ സാധാരണ നിലയിലാകരുത് എന്ന് അയാൾക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഇക്കൊല്ലം ഫെബ്രുവരിയിൽ മാക്സർ ടെക്നോളജീസിൽ നിന്ന് പഹൽഗാമിന്റെ ധാരാളം ചിത്രങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ വാങ്ങിയിരുന്നു. അല്ലാത്ത സമയത്തൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ചെറിയൊരു കമ്പനി, പാകിസ്ഥാൻ കമ്പനി മാക്സർ ടെക്നോളജീസിൽ പങ്കാളിയുമാണ്. മുൻപ് ജയിലിൽ കിടന്ന ഒരാളാണ് ഈ മാക്സർ ടെക്നോളജീസിൽ പങ്കാളി ആക്കിയിരിക്കുന്നത്. മാർച്ചിൽ 0 ഒരു ചിത്രവും വാങ്ങിയിട്ടില്ല. ഫെബ്രുവരിയിൽ 12 ചിത്രം മേടിച്ചു.
മുമ്പ് 12 മാസത്തിൻ്റെ ഇടയ്ക്ക് 2 ചിത്രങ്ങളെ വാങ്ങിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഫെബ്രുവരിയിൽ എന്തുകൊണ്ട് പഹൽഗാം ചിത്രങ്ങൾ ഇത്രയും പാകിസ്ഥാൻ വാങ്ങിച്ചു? അപ്പോൾ പഹൽഗാം ആക്രമിക്കാനുള്ള ഉദ്ദേശം മുനീറിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അയാൾ ബങ്കറിലോ എവിടെയെങ്കിലും ഒളിവിൽ കഴിഞ്ഞാൽ അതിൽ അത്ഭുതമില്ല. അതാണ് ഒളിവിലാണെന്നുള്ള റിപ്പോർട്ടുകളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ജനങ്ങളോട് അല്ലേ എന്താണ് സംഭവിച്ചതെന്ന് പറയേണ്ട ആളാണ് അയാൾ. അതെ, ഞാനാണ് ഇതിന്റെ ഉത്തരവാദിയെങ്കിൽ ഞാൻ തന്നെ അത് വിവരിച്ചു കൊടുക്കേണ്ടതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇന്ന മുന്നേറ്റം നടത്തി, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കേണ്ടതാണ് അല്ലേ. കുറെ കള്ളമെങ്കിലും പറയായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ ഇത്രയൊക്കെ വെടിവെച്ചിട്ടു, അതാണ് ഇതാണ്. ആളുകൾ വിശ്വസിക്കില്ലെങ്കിലും പറയാമായിരുന്നു. അതെ, പിന്നെയും പറയായിരുന്നു നമ്മൾ ഹിന്ദുക്കളെ അവിടെ കൊന്നു കൊല വിളിച്ചിട്ട് ശ്രീനഗറിലെ LOC നമ്മുടെ ജവാനെയൊക്കെ എന്നൊക്കെ പറയാമായിരുന്നു. മതഭ്രാന്താണല്ലോ, അതൊക്കെ പറയാമായിരുന്നു. പക്ഷെ രംഗത്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഒളിവിലാണോ എന്നുള്ള സംശയം വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.